പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നോക്കൂ, ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെയെല്ലാം നാം മുന്നേറണം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതായത് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ആശ്വാസത്തിനായി സമീപിക്കുവാൻ നമ്മെ ക്ഷണിക്കുക. അതായത് ഇവിടെ പറഞ്ഞ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാ ക്രിസ്തുവിൻ്റെ ക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കൽ വരികയും യേശുവിനെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ അതിഭയങ്കരമായ ഭാരത്തിൽ നമ്മെ വിടുവിക്കുകയും നമുക്ക് ആശ്വാസവും സമാധാനവും നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ട് നമ്മൾ യേശുപ്പൻ്റെ അടുക്കലേക്ക് വരുന്നെങ്കിൽ എന്താ, നിത്യജീവൻ പ്രാപിപ്പാൻ നമുക്ക് വേണം നാ യേശുപ്പനെ സമീപിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയുമില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. പ്രിയ മക്കളെ, നോക്കൂ, നിത്യജീവൻ പ്രാപിച്ച ആരും നശിച്ചു പോകുകയില്ല. വിലയേറിയ ഒരു വാഗ്ദത്തം നൽകിയിരിക്കുക ഇവിടെ. അവ ഒരു നാളും നശിച്ചു പോകുകയുമില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവ സാന്നിധ്യത്തിൽ നിന്നും മാറ്റപ്പെടുകയില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. നോക്കൂ, ഭൂമിയിലെ ഒരു ശക്തിക്കോ സാഹചര്യത്തിനോ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താപ്പൻ അത്രമാത്രം നമ്മെ ചേർത്ത് പിടിക്കും പ്രിയ മക്കളെ. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ ഇനി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ യേശുവിൻ്റെ അടുക്കൽ വരണം. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 7-37-38 വാക്യങ്ങൾ പറയുന്നത്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. നോക്കൂ, ജീവജലത്തിന്റെ നദികൾ, ആത്മാവിന്റെ ദാനം വിശ്വാസികൾക്ക് നൽകപ്പെടുമ്പോൾ കർത്താവിന്റെ കവിഞ്ഞൊഴുകുന്ന നീരുറവന്റെ അനുഭവം ഉണ്ടാകും. ഹല്ലേലൂയ. ഈ നദികൾ ക്രിസ്തുവിന്റെ സൗഖ്യദായക സന്ദേശവുമായി മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അടുത്തതായിട്ട് നമ്മളെ ഈ ജീവിതത്തിൽ ക്രിസ്തുവിനെ പിന്തുടരുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, അതായത് കുരിശെടുത്ത് തങ്ങളെ തന്നെ മറന്ന് നമ്മൾ ക്രിസ്തുവിനെ പിന്തുടരുന്നവരായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ൽ പറയുന്നുണ്ട്, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. നോക്കൂ, ക്രിസ്തുവിൻ്റെ ക്രൂശ് കഷ്ടതയുടേതാണ്. ഹല്ലേലൂയ. ക്രിസ്ത്യാനികളായിരിക്കുന്ന ഏതൊരു വ്യക്തിയും നാം നമ്മുടെ ക്രൂശ് എടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നാം നമ്മെ തന്നെ ത്യജിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകണം. അതായത് ലോകത്തിന്റെ പ്രവൃത്തികളെ, ജഡീക അഭിലാഷങ്ങൾ ഇവയെല്ലാം ത്യജിക്കണം പ്രിയരേ മക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 9-23 പറഞ്ഞത്, പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. നോക്കൂ, യേശുവിനെ അറിഞ്ഞ് സുവിശേഷം മനസ്സിലാക്കി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അങ്ങനെ മാത്രം ഇരുന്നിട്ട് കാര്യങ്ങൾ നടക്കുകയില്ല പ്രിയ മക്കളെ. യേശുവിനെ അനുസരിച്ച് അനുഗമിച്ച്
ത്യാഗം സഹിക്കുവാൻ സമർപ്പിക്കുമെന്നവരായിരിക്കണം. ഹല്ലേലൂയ. ആ സമർപ്പണം ഉള്ളവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ സുവിശേഷം അറിയുന്നു, ഞാൻ ക്രിസ്തുവിനെ പിൻഗമിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞു നടന്നാൽ യാതൊന്നും ഒക്കത്തില്ല. സമർപ്പണത്തോടെ യേശുവിന്റെ സന്നിധി ചെല്ലുന്നവരായിരിക്കണം. ആ സമർപ്പണം ഉള്ളവർക്ക് മാത്രമേ ദൈവസന്നിധി ഹല്ലേലൂയ എന്തെല്ലാം പ്രയാസങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിട്ടാലും അതിനെ തരണം ചെയ്തു പോകുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്നവരാകണം. ഹല്ലേലൂയ. നോക്കൂ, അതെന്തിനാ നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നത്? ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കഴിപ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആവക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവിൻ, അത് നിങ്ങൾക്ക് കിട്ടും. പ്രിയ മക്കളെ, നോക്കൂ, ഇവിടെ പറഞ്ഞതാണ് ഹല്ലേലൂയ. കർത്താപ്പച്ചനിൽ നാം വസിക്കുവാണെങ്കിൽ നമ്മൾ വളരെ ഫലം കായ്ക്കും. ഈ ദിനങ്ങളിൽ കർത്താവിൽ വസിച്ച് നമ്മൾ ഫലം കായ്ക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നാം ഫലം കായ്ക്കുമ്പോൾ ആ ഫലം മറ്റുള്ളവർക്കും ഹല്ലേലൂയ ഉപയോഗപ്രദമായി തീരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഉണങ്ങിപ്പോകുന്നവരായിട്ടാകുവാനല്ല, ക്രിസ്തുവിൽ വസിക്കുന്നവരായി ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ അപ്പനിൽ വസിക്കുവാണെങ്കിൽ അപ്പൻ പറയുകയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൽ ആശ്രയം വെച്ച് കർത്താവിൽ വസിച്ച് കർത്താവിനോട് കൂടെ ആയിത്തീരുമ്പോൾ കർത്താപ്പച്ചൻ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. നമ്മെ കൈവിടുന്ന അപ്പനല്ല, ഉപേക്ഷിക്കുന്ന അപ്പനല്ല, ചേർത്ത് പിടിക്കുന്ന അപ്പൻ നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും അറിയുന്നുണ്ട്. ഹല്ലേലൂയ. നാം അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത അപ്പൻ നമ്മുടെ ആവശ്യങ്ങള് ഓരോന്നും നന്നായിട്ട് അറിയുന്ന അപ്പൻ അവിടുന്ന് അത്ഭുതമാവണ്ണം കാര്യങ്ങൾ നമുക്ക് നടത്തിത്തരും. ഹല്ലേലൂയ. നോക്കൂ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ക്രിസ്തുവിൽ വസിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ കരത്തിൽ നമുക്കായിത്തീരാം. ഹല്ലേലൂയ. ആ ക്രിസ്തുവിനെ നമുക്കും ധരിച്ച് നമുക്ക് മുന്നേറാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന നാളുകളിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരായി തീരാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളും കർത്താവിൽ വസിക്കുന്നവരായി സമർപ്പണ ബോധത്തോടെ യേശുവിനോട് അടുത്തു നിൽക്കുന്നവരായി ഫലം പുറപ്പെടുവിക്കുവാൻ ഉത്സാഹം കാണിച്ച് ഹല്ലേലൂയ തന്നെ ത്യജിക്കുന്നവരായി തീരട്ടെ. ലോക ഇമ്പങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് ക്രിസ്തുവിൽ ഹല്ലേലൂയ ഹല്ലേലൂയ അടിയുറച്ച് വിശ്വസിച്ച് മുന്നേറുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നപ്പ ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കണമേ. അപ്പനോട് ചേർന്ന് നടക്കുവാൻ, അപ്പനെ ചേർത്ത് പിടിക്കുവാനുള്ള കൃപ എല്ലാവർക്കും കൊടുക്കണം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.